നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇപ്രാവശ്യം നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം തികച്ചും ഹരിത കലോത്സവമായിരിക്കും. നാളെ തിരശീല ഉയരുന്ന കൊല്ലത്തോളം എന്ന് പേരിട്ടിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം തികച്ചും ഹരിത കലോത്സവമായി ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്ത് ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസ് പണിതിട്ടുണ്ട്. 24 വേദികളിൽ കുടിവെള്ളവും അതുപോലെ തന്നെ ഭക്ഷണശാലയിലും തികച്ചും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഷാനവാസ്. ഞാൻ കൊല്ലം ജില്ലാ ശുചിത്വ മിഷൻ്റെ പ്രോഗ്രാം ഓഫീസറാണ്. നമുക്കെല്ലാം അറിയാം, 15 വർഷത്തിനിപ്പുറം നമ്മുടെ കൊല്ലം ദേശിംഗനാടൊരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര മേളയായ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ ആരംഭിക്കുകയാണ്. കൊല്ലം ആശ്രാമ മൈതാനമാണ് മുഖ്യവേദി. ആശ്രാമ മൈതാനം ഉൾപ്പെടെ 24ഓളം വേദികളിലായിട്ടാണ് 14,000ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്നത്. 2024 മാർച്ച് 31-നകം ഈ സംസ്ഥാനത്തെ പൂർണ്ണമായിട്ടും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന ഒരു മഹത്തായ ലക്ഷ്യവുമായി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നൊരു ഐതിഹാസികമായൊരു ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മുടെ കൊല്ലം ജില്ലയിലെ 68 ഗ്രാമപഞ്ചായത്തുകളിലും 4 മുനിസിപ്പാലിറ്റികളിലും ഒരു കോർപ്പറേഷനുമായി വിവിധങ്ങളായ രീതിയിലുള്ള ജനകീയ ക്യാമ്പയിനുകളും പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ഈ കലോത്സവം ഒരുപക്ഷെ നാളെയുടെ ചരിത്രത്തിൻ്റെ ഒരു രേഖപ്പെടുത്താൻ കഴിയും വിധം തന്നെ ഈ ഒരു ഹരിത കലോത്സവമായിട്ട് നടത്താനാണ് ജില്ലാ ശുചിത്വ മിഷൻ്റെയും ഹരിത പ്രോട്ടോകോൾ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് നമ്മുടെ ജില്ലാ ശുചിത്വ മിഷൻ്റെ ഒരു ഹരിത പവലിയനാണ്, ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസ്. ഈ ഓഫീസ് മുഖേന നമ്മുടെ ഈ കലോത്സവ നഗരി സന്ദർശിക്കുന്ന എല്ലാവർക്കും, മത്സരാർത്ഥികൾക്കും അവരുടെ കൂടെ വരുന്ന അധ്യാപകർക്കും പൊതുജനങ്ങൾക്കുമെല്ലാം വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം നൽകുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. 24 വേദികളിലും കുടിവെള്ള വിതരണവും അതുപോലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ക്രേവൺ സ്കൂളിലുമെല്ലാം പൂർണ്ണമായിട്ടും പ്രകൃതി സൗഹൃദ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് അതെല്ലാം നടപ്പിലാക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ഡിസംബർ 30-ാം തീയതി 1600ഓളം വിദ്യാർത്ഥികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഹരിത കലോത്സവ വിളംബര ജാഥയും പിന്നിൽ കാണുന്ന ഈ ആശ്രാമ മൈതാനം ഒരു മെഗാ ക്ലീനിങ് ഡ്രൈവ് നടത്തി ശുചീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലീനിങ് ഡ്രൈവിൽ വിവിധ കോളേജുകളിലെ ITയിലുമുള്ള NSS വിദ്യാർത്ഥികൾ, അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ എല്ലാം വലിയൊരു ജനകീയമായിട്ട് തന്നെ എല്ലാവരും പങ്കെടുക്കുന്നൊരു ക്യാമ്പയിനാണ് നടന്നത്. അപ്പോൾ ഈ ഒരു കലോത്സവം പൂർണ്ണമായിട്ടും പ്രകൃതി സൗഹൃദ കലോത്സവമായിട്ട് നടപ്പിലാക്കാൻ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.